SLC പബ്ലിക് എക്സാം ഫിസിക്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഇമേജ് ഫോർമേഷൻ. ഇമേജ് ഫോർമേഷന് മിക്കവാറും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയാം. പക്ഷേ അതിന് മുന്നേ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ് ബിയോണ്ട് 2f. എന്താണ് ബിയോണ്ട് 2f വരുമ്പോൾ എന്താണ്? എഫിനും 2fനും ഇടയിൽ വരും. എഫിനും 2fനും ഇടയിൽ വരും. അതുപോലെ തന്നെ അറ്റ് 2f വരുമ്പോൾ എന്തോ വരും? ആ ഒരു 2f തന്നെ വരും. അഥവാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആവുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ SSLC എക്സാമിനേഷന് വരും. മറ്റൊരു ക്വസ്റ്റ്യനാണ് എഫിനും 2fനും ഇടയിൽ. അന്നേരം എവിടെ വരും? ബിയോണ്ട് 2f. ബിയോണ്ട് 2f വന്നാൽ എവിടെ വരും? എഫിനും 2fനും ഇടയിൽ വരും. ഇനി എഫിനും 2fനും ഇടയിൽ വന്നാൽ എവിടെ വരും? ബിയോണ്ട് 2f തന്നെ വരും. അങ്ങനെ തിരിഞ്ഞടക്കുവാണ്. അതെന്താണ്? ഒരെണ്ണം പഠിച്ചാൽ മതി അല്ലേ? മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എഫിനും അതുപോലെ തന്നെ നിങ്ങളുടെ ലെൻസിനും ഇടയിൽ നിൽക്കുമ്പോൾ. ഇതും ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവൽ ആവുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എഫിനും ലെൻസിനും ഇടയിൽ വെക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അത് ഡൈവേർജ് ആയി അത് ഇൻഫിനിറ്റി ആയാണ് പോകുന്നത്. അതിനാൽ അത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് അവിടെ ഇമേജ് ഫോർമേഷൻ 2fനും എഫിനും ഇടയിലായിട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. അതിനാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് അറ്റ് എഫ് വെക്കുമ്പോൾ എവിടെയാണ്? ഇൻഫിനിറ്റി ആയാണ് അത് പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകളും പഠിക്കണം. റിയൽ ഇൻവേർട്ടഡ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ഹൈലി എൻലാർജ്ഡ്. അത് ഇത്രയും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കണം. പിന്നെ അടുത്താണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡൈവേർജ് ആയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതിനാൽ അത് നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. അടുത്താണ് നെയിം ദ ലെൻസ് വിച്ച് ഈസ് ഏബിൾ ടു ഫോം റിയൽ ആൻഡ് വിർച്വൽ ഇമേജ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം ഏതാണ് റിയൽ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ അവിടെ എഴുതണം ഏത്? കോൺവെക്സ് എന്ന് നമ്മൾ അവിടെ എഴുതണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ലെൻസിൻ്റെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസും അതുപോലെ തന്നെ അറ്റ് 2fഉം. ഇതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഈ പഠിപ്പിച്ചതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് വരും. അതിനാൽ വരച്ചു തന്നെ പഠിക്കുക.